കേരളത്തിൽ പടക്കക്കടകളുടെ എണ്ണം കൂടുന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രൊപ്പറേറ്റർ കം മാനേജർമാരെ കുറിച്ചുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമസ്കാരം, മൊമെന്റ്സ് എഫക്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പടക്കക്കടയെക്കുറിച്ച് നമ്മൾ ആദ്യം പറയേണ്ട ഒരു പേര് ശ്രീലക്ഷ്മി അറക്കലിനെ കുറിച്ച് തന്നെയാണ്. ശ്രീലക്ഷ്മി അറക്കലല്ല, ഇപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു അറപ്പാണ് തോന്നുന്നത്. അവരുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഈ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ വൈറലായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ അവൾ ഈ കരഞ്ഞ് നിലവിളിക്കുന്നൊരു വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്കതൊരു ബോറായി തോന്നാം. ഒരുപക്ഷെ കേരളത്തിൽ മൊത്തം ആൾക്കാരും അവരുടെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകാം. എന്നെ ആളുകൾ വെടിയെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടായിരുന്നു അവരുടെ ആ വീഡിയോ. ഞാൻ വെറും ഒരു 10 അല്ലെങ്കിൽ അതിൽ താഴെ ഉള്ള ആൾക്കാരുമായിട്ട് മാത്രമേ ലൈംഗിക റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളൊരു മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവൾ വെടിയല്ല, നല്ല അസൽ പടക്കമാണ്. ഇവളെന്താ ജീവിക്കുന്നത് അങ്ങ് അമേരിക്കയിലാണോ? അമേരിക്കയിൽ പോലും അടുത്തിടെ നടന്നൊരു സർവേയിൽ പറയുന്നതും അവിടെയുള്ള സ്ത്രീകൾ വിവാഹത്തിന് മുൻപ് ഒരു 6 പേര് ആയിട്ടെങ്കിലും ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകാറുണ്ട് എന്നാണ് ആ സർവേയിൽ കണ്ടത്. അമേരിക്ക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷെ നീ ജീവിക്കുന്നത് ഇങ്ങനെ കേരളത്തിലാണ് മോളെ. സത്യത്തിൽ ഇവരുടെ ഈ ഒരു നിലവിളിയും ഇവരുടെ ഈ മറ്റു പടക്ക കഥകളും ഒക്കെ കേട്ടപ്പോഴൊന്നും അങ്ങനെ വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. സത്യത്തിൽ ഞെട്ടിയത് ഇവൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞെട്ടിയത്. ആ കുട്ടികളുടെയൊക്കെ ഭാവി എന്താകുമോ ആവും. ഇവളുടെ അച്ഛൻ ഒരു 10-40 കല്യാണമെങ്കിലും കഴിച്ചിട്ടുണ്ടാകാമെന്നാണ് ഇവൾ ഇതുപോലൊരു വീഡിയോയിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും ആ അച്ഛൻ്റെ രക്തം തന്നെയാണ് ഇവളുടെ സിരകളിൽ ഓടുന്നത്. ഇവൾക്ക് എത്രയാണ് വയസ്സ്? ഇപ്പോൾ 30 വയസ്സാണ്. ഈ 30 വയസ്സിൽ 10 പേരുമായിട്ടാണ് ഇവൾക്ക് ഇങ്ങനെ ലൈംഗിക റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു 50 ആകുമ്പോഴോ, ഞാൻ പറയുന്ന ഒരു 50 ആകുമ്പോൾ നീ 500 ഒക്കെ കടക്കണം. അത്തരത്തിലുള്ളൊരു ഗിന്നസ് റെക്കോർഡ് കേരളത്തിലോട്ടും പോരട്ടെ. ഈ ഷിംജിതയ്ക്ക് ശേഷം, ഷിംജിത നമുക്ക് അറിയാമല്ലോ, അത്ര വലുതല്ലെങ്കിലും ആ ഉള്ള സാധനം കൊണ്ട് എവിടെയെങ്കിലും മുട്ടിക്കുക, ഉരസുക, അത് നല്ല കൃത്യമായിട്ട് വീഡിയോ എടുക്കുക, എന്നിട്ട് സോഷ്യൽ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക, വൈറലാകുക. ഇതിനു വേണ്ടി നടക്കുന്ന ഒരു സാധനമാണല്ലോ ഈ ഷിംജിത. ഇതൊക്കെ സത്യത്തിൽ വൈറലാകാൻ വേണ്ടിയിട്ടുള്ളൊരു പരാക്രമമൊക്കെയാണ് ഇവളുമാരൊക്കെ കാണിക്കുന്നത്. ഇവൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയപ്പോൾ ഇവക്ക് പർദ്ദയൊക്കെ ഉണ്ട്, മുഖമൊക്കെ മൂടിയാണ് ഇവള് ജയിലിലോട്ട് പോയത്. ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഇവക്ക് പർദ്ദയുമില്ല, ഒരു കോപമില്ല. ഇപ്പോൾ ഇവരുടെ പുതിയ ഫോട്ടോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ, ഇപ്പോൾ ദുബായിലുള്ള ചില ഫോട്ടോസൊക്കെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതുപോലൊരുത്തിയാണ് ഇപ്പോൾ കരഞ്ഞ് വിളിച്ചുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതായത് ജോർദാനിലൊക്കെ പോയി വന്ന ഒരു ജിൻസിയ. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതൊന്നും ആർക്കും മനസ്സിലാവില്ല. ഇതും കൂടെ നിങ്ങൾ അറിയണം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അത്ര സുഖത്തിലല്ല ഗായ്സ്. എനിക്ക് 10 പറയാനുണ്ട്. അതിനു മുമ്പ് ഞാൻ എവിടെയുള്ളതെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനിപ്പോൾ ഉള്ളത് ജോർദാനിലാണ്. Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. Yeehaw! What's your name? Jana. Dana. Your name? Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. Yes. നല്ല പേരും വെച്ചിട്ട് Yes. ഓനും വയറിൽ ചെയ്ത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. അതിൻ്റെ മോൻ വേറെ വഴിയില്ല എനിക്ക്. പക്ഷെ ഈ ഒരു അവസ്ഥ ആർക്കും കൊടുക്കരുത്. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചെറുട്ട് വിളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ Behind you. Look there. ഇവള് കരഞ്ഞു വിളിച്ചുകൊണ്ട് എന്നെ പിടിപ്പിച്ചേ എന്ന് നിലവിളിക്കുന്നത് വെറും പച്ചക്കള്ളമാണ്. നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ആ പുറകിലിരിക്കുന്ന ആ ജോർദാൻ പയ്യൻ
അവൻ അവളുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൻ ഇരിക്കുന്നത്. മാത്രമല്ല അവളെ തൊടുക പോലും ചെയ്യുന്നില്ല. ഇടയ്ക്കിടെ ഇവൻ ഈ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടെ ഇവൻ ഈ പ്രകൃതി ഭംഗി വർണ്ണിച്ചു കൊടുക്കുകയും ഇവൾ അതിന് ഉത്തരം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആംഗ്യങ്ങളും ചില ഇവള് സ്വയം പറയുന്ന ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കരുതി കൂട്ടി ഉള്ള ഒരു പ്രകടനമാണ് നമ്മൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ആ യാത്ര ഉടനീളം ഇവൾ ഈ പീഡനമേൽക്കുന്നതെന്ന് പറയുന്നതൊക്കെ തന്നെ ഇവൾ വീഡിയോ പിടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പീഡനമാണ് അവിടെ നടക്കുന്നതെങ്കിൽ ഈ പയ്യൻ എന്താ ആദ്യം ചെയ്യുക? ഇവരുടെ ഈ മൊബൈൽ വാച്ച് ദൂരെ എറിയില്ലേ? അല്ലാതെ ഇവൻ അതിന് ഫേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കൃത്യത്തിൽ ഇവൻ ഏർപ്പെടും. അത് തന്നെ നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് ഈ ഷിംജിത ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ബസ്സിൽ കണക്കൂട്ടി കയറിയതുപോലെ അവൾ ഇവന്റെ ഈ ഒട്ടകം റെന്റിനെടുത്തുകൊണ്ട് അവനെയും കൂട്ടി പോയത് കരുതി കൂട്ടി കണക്കൂട്ടിയാണ് ഇവൾ പോയത്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എങ്കിൽ ഇവൾ അവിടുത്തെ ജോർദാൻ പോലീസിൽ എന്തുകൊണ്ട് ഇവൾ പരാതിപ്പെട്ടില്ല? ഈ ഷിംജിതയും അങ്ങനെയാണല്ലോ. ദീപക് ഇവളെ പിന്നെ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും മാന്യം മര്യാദയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യല്ലേ. അതല്ല വീഡിയോ ആക്കി ഇത് സോഷ്യൽ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യണം ആദ്യം ചെയ്യുന്നത്. ഇവർക്ക് യഥാർത്ഥത്തിൽ ജോർദാനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാമായിരുന്നു. മാത്രമല്ല ഇവൻ ഈ ടൂറിസ്റ്റുകളെ കൊണ്ട് ജീവിക്കുന്ന ഒരു സ്വന്തമായിട്ട് ഓട്ടമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ കണ്ടെത്താൻ പോലീസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അപ്പോൾ ഇതൊന്നുമല്ല ഇവളുമാരുടെയൊക്കെ ലക്ഷ്യം. നാട്ടിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുക, അത് വൈറലാകുക, റീച്ചാകുക, വൈറലാകുക. നമ്മളെ പോലുള്ള മലയാളികളുണ്ടല്ലോ, നമ്മളെല്ലാം മണ്ടന്മാരാണല്ലോ. ഇവളുമാരുടെ ഉടായ്പൊക്കെ കണ്ടാൽ മനസ്സിലാകാതിരിക്കാൻ. ഇവളുമാരുടെയൊക്കെ പടക്കക്കടയ്ക്ക് ആളെ കൂട്ടാനുള്ള ഒരു പരിപാടിയാണ്. ഇവളുമാർക്ക് റീച്ച് കിട്ടിയാൽ മതി. പക്ഷേ ഈ സംഭവം എന്ന് പറയുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ഈ ടൂറിസ്റ്റുകൾക്ക് ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ നേരിടേണ്ടി വന്നാൽ നമ്മൾ നോർമലി നമ്മുടെ ലോക്കൽ പോലീസിനെ വിവരം അറിയിക്കും. പിന്നെ നമ്മുടെ എംബസിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നടപടി സ്വീകരിക്കാം. ഇന്ത്യയിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ താത്തയ്ക്കെന്ന് പറഞ്ഞാൽ ബോധവും വിവരവും ഇല്ലാത്തത് കൊണ്ട് ആ വീഡിയോ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാനുണ്ട്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുണ്ടായത്. ഇതിന് നമ്മുടെ ഗവൺമെൻറ് എന്ത് നടപടി സ്വീകരിച്ചു എന്നറിയില്ല. പക്ഷേ ഇതിനെതിരെ നമ്മുടെ ഗവൺമെൻറ്റിനും നടപടി സ്വീകരിക്കാവുന്നതാണ്. ജോർദാൻ ഗവൺമെൻറ്റിനെ ഗൗരവം ബോധ്യപ്പെടുത്തി നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. അവിടെയൊക്കെ തല പോണ കേസാണ് മോളെ ഇതൊക്കെ. നിനക്കൊക്കെ റീച്ച് വേണ്ടി ഇങ്ങനെ വലിയ തള്ളിപ്പിടിച്ച് ഇറങ്ങിയാൽ മതി. ഒരുത്തൻ്റെ ജീവനും ജീവിതവും വെച്ചാണ് നീയൊക്കെ കളിക്കുന്നത്. ഗവൺമെൻറ്റിന് ഈ വീഡിയോ വെച്ചു ഞാൻ പറയുന്നത് ഇതിനെതിരെ കേസെടുക്കണം. ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ താത്തക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. കാരണം ഇത് ടൂറിസ്റ്റുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. മാത്രമല്ല ഒരു രാജ്യത്തിന് അപമതി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ഈ താത്ത ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ എം എ ആണോ എം കെ ആണോ ഷഹനാസ്. നിർഭാഗ്യവശാൽ എല്ലാം മുസ്ലിം പേരുകളാണ്. അല്ല മൗലിയന്മാരെ, നിങ്ങളെ ആരെയും ഈ പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ. അതായത് സ്ത്രീ അത്യാവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങാവൂ. അങ്ങനെ പുറത്തിറങ്ങിയാൽ പുരുഷന്മാരുടെ തുണ വേണം എന്നൊക്കെ പറയുന്ന പകയന്മാർ. പിന്നെ ഈ കാശൊക്കെ മുടക്കി ഇങ്ങനെ മുടി നല്ല കളറുമൊക്കെ അടിച്ച് ചായവുമൊക്കെ പൂശി ഇങ്ങനെ ലിപ്റ്റിലൊക്കെ ചുണ്ടുമൊക്കെ ഇടുന്നത് ഇങ്ങനെ പർദ്ദയൊക്കെ ഇട്ട് മൂടി നടക്കാനാണല്ലോ. ഒന്ന് എൻ്റെ പകയന്മാരെ. അല്ല പിന്നെ അവര് പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണം എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇവള് എഴുത്തുകാരിയാണ് എന്നാണ് പരിചയപ്പെടുത്തിയത്. എന്തെഴുത്ത്! ഇവൾ എന്തെഴുതിയാലും ശരി, കോഴികളെ കുറിച്ച് റിസർച്ച് നടത്തുകയും കോഴിയെക്കുറിച്ച് വല്ല കഥകളും എഴുതിയാൽ ഒന്ന് വൈറലാകാം, കാശുണ്ടാക്കാം. പിന്നെ കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നതും കേട്ടു. എന്ത് കോൺഗ്രസ്? ഏത് കോൺഗ്രസ്? നമ്മുടെ മുൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഇവൾക്ക് അറിയ പോലും ഇല്ല. പിന്നെ ഇവൾ എന്ത് കോൺഗ്രസ്സുകാരിയാണ്? ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസാണ്. ഷഹനാസിൻ്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ്. ഈ രാഹുൽ മാങ്കൂട്ടം നമ്മുടെ 24 കൊടുത്തൊരു അഭിമുഖത്തിൽ ഈ ഷഹനാസ് എൻ്റെ സുഹൃത്ത് മാത്രമാണ് എന്ന് പറഞ്ഞതിനാണ് ഇവൾ ഈ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് ഈ അട്ടഹാസവും ഈ ബഹളവും ഒക്കെ കാണിച്ചത്. മാത്രമല്ല ഇവൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക വൈകൃതമുള്ള ആളാണ്, അവനെ ചികിത്സിക്കണം എന്നൊക്കെയാണ്. അവന് ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം. ചേച്ചി ഒരു ക്ലൂ തരാം.
முதல்ல நீ சாப்பிடு. கேளுங்க. நான் கொடுத்த நீ சாப்பிட மாட்டியா? அப்படி இல்ல. சாப்பிடு. മാമാ ഇവള് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാൻ ഇപ്പൊ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയ സരിൻ എന്നൊരു വേട്ടാവളിയനുണ്ടല്ലോ, ഇവനുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പടക്ക കമ്പനിയുടെ ആളാ. അല്ലെങ്കിൽ പറ, നിന്റെ പേരിലുള്ള ഈ ഷഹനാസിന്റെ പേരിലുള്ള എല്ലാ ആരോപണങ്ങളും നമുക്ക് വിടാം. പക്ഷേ നീ വന്നിരുന്ന് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കൊടാൻ ഡ്രസ്സും അടിക്കുന്നതിന് മുൻപ് നിനക്ക് ദുബായിൽ നിന്ന് നിന്റെ അക്കൗണ്ടിൽ വന്നു എന്ന് പറയുന്ന 1,00,000 ദിറംസിനെ കുറിച്ചുള്ളൊരു ആരോപണം. കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നിരിക്കുന്ന വലിയ ഗൂഢാലോചനയും പുറത്തേക്ക് വരും. എവിടെ നിന്നാണ് ഫണ്ട് വന്നത് എന്നുള്ളത് പുറത്തേക്ക് വരും. ഇപ്പൊ ഫണ്ട് വന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ദുബായ് എന്ന് പറയുന്ന CBD അക്കൗണ്ടിലൂടെയാണ് പണം വന്നത്, 1,00,000 ദിറംസ് വന്നത് എന്നുള്ള കാര്യം ഉറപ്പ്. ആ ആരോപണത്തെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ട് വന്നിരുന്നു ഈ കൊണാൻ ഡ്രസ്സും പറ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ പടക്കക്കട കമ്പനി നടത്തുന്നവരുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരികയാണ് കേരളത്തിൽ. ഇവളുമാരുടെയൊക്കെ ഈ കൈ തൂങ്ങുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ ഇത് അഭീതമാണ് എന്ന് പറയുന്നതിന് ഇവളുമാർക്ക് ഒരു മടിയുമില്ല. നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കി. അതായത് കേരളത്തിൽ 99% അവളുമാരും ഈ ഭർത്താക്കന്മാരോടൊത്തല്ല ജീവിക്കുന്നത്. അതായത് ഞാൻ ഈ കല്യാണം കഴിഞ്ഞവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് ഇവളൊക്കെ ഫെമിനിസവും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇതിന് കേരളത്തിൽ വെടി പടക്കം എന്ന് മാത്രമല്ല, പുലിയാടി മോള് എന്നൊരു പ്രയോഗം കൂടിയുണ്ട്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.